ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ 3rd യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് സെമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ. എഴുതിയത് ഏകാന്ത് ശ്രീവാസ്തവ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പാഠഭാഗം. നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ക്വസ്റ്റ്യൻസീസ് നോക്കാം. ആദ്യത്തെ ഡയറിയാണ്, അതിനുശേഷം സൈഡ് ക്വസ്റ്റ്യൻസാണ് തന്നിരിക്കുന്നത്. ഡയറി ക്വസ്റ്റ്യൻ നോക്കിയേ. शादी की तैयारी देखकर लेखक का मन संघर्ष से भरा. ഷാദി വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകൾ കണ്ടപ്പോൾ ലേഖകൻ്റെ മനസ്സെ സംഘർഷം കൊണ്ട് നിറഞ്ഞു. ഇസ്കെ ബാരെ മേ ഡയറി ലിഖേ. ഇതിനെപ്പറ്റിയുള്ള ഡയറി തയ്യാറാക്കുക. അതായത് ലേഖകൻ്റെ ഡയറി തയ്യാറാക്കുക. ഡയറി എഴുതുമ്പോൾ ഡയറി എന്ന് എഴുതി ഡേറ്റും ഡേയും ആഡ് ചെയ്യണം. അതിനുശേഷം വേണം ഡയറി എഴുതാൻ. നമുക്കറിയാം. നോക്കിയേ, വായിക്കാം. ആജ് കെ ദിൻ മേരെ മൻ മേ സംഘർഷേ ഭരാ ഥാ. ഇന്നത്തെ ദിനം എൻ്റെ മനസ്സെ സംഘർഷം കൊണ്ട് നിറഞ്ഞു. घर में मेरी दीदी की शादी के लिए तैयारियां चल रही है. घर में വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ ഷാദിക്ക് വേണ്ടി തയ്യാറിയാം എന്ന് വെച്ചാൽ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആയിരുന്നു. घर में मेहमान आने लगे. വീട്ടിൽ അതിഥികൾ വരാൻ തുടങ്ങി. सभी काम ठीक तरह से चलाने के लिए मैं और मेरे पिताजी दौड़कर परेशान थे. सभी काम എല്ലാ ജോലികളും ടീക്ക് തരക ശരിയായ രീതിയിൽ എല്ലാ ജോലികളും ശരിയായ രീതിയിൽ നടക്കുവാൻ വേണ്ടി ഞാനും അച്ഛനും ഓടി നടന്ന് പരേശാൻ വ്യാകുലപ്പെട്ടു. ദീദിക്ക് ആകുലത ദേഖകർ മൻമേ ദുഃഖ ഫര ഹേ. ദീദിയുടെ ആകുലത വിഷമം കണ്ടപ്പോൾ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. മാം സബ് സഹിതി ഹേ. അമ്മ എല്ലാം സഹിച്ചു. പിതാജീനെ അപ്പനാ പ്യാരാ കേത്ത് ബേച്ചുകർ ദീദിക്ക് ഷാദി കരാനെ കെ ലിയെ നിശ്ചയ കിയ. അച്ഛൻ അദ്ദേഹത്തിൻ്റെ സ്നേഹനിധിയായ ഖേത്ത് ബേച്ചന വിറ്റിട്ട് ചേച്ചിയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. ഹമാരി ഖേത്ത് ദുസ്രം കി ജാതി ഹേ. ഞങ്ങളുടെ വയൽ മറ്റൊരാളുടേത് ആയി മാറി. മേം ഘർ കെ സഫി കാര്യ ദേഖ്ഭാൽ കർത്താ ഹൂം. ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്തു. ദീദിനെ അപ്പനി പ്യാരി പരിവാർ സെ ബിഛുട്ട് കർ ജാതി ഹേ. ചേച്ചി സ്വന്തം സ്നേഹനിധിയായ പരിവാർ കുടുംബം ബിഛുട്ന വിട്ടുപോവുകയും ചെയ്യും. खेत की रजिस्ट्री की पहले पिताजी मुझसे मिलकर खेत में पहुँचे. ഖേത്തിൻ്റെ രജിസ്ട്രേഷന് മുമ്പ് തന്നെ അച്ഛൻ എന്നെയും മിൽക്കർ കൂട്ടി ഖേത്തിലേക്ക് പഹുഞ്ചെ എത്തി. സൂര്യാസ്തത്തൊക്കെ ബഹ് ടഹൽത്തെ. സൂര്യാസ്തമനം വരെ അദ്ദേഹം അവിടെ ടഹൽന ഉലാത്തി. വേ ബേട്ടി കെ ലിയെ അപ്പനി ജാൻ കി ഖേത്ത് ബേച്ചന തയ്യാർ ഥേ. അദ്ദേഹം മകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ച ആ ഖേത്താണ്, വയലാണ് വിൽക്കാൻ തയ്യാറാവുകയും ചെയ്തത്. ഹമാരെ പരിവാർ മേ സഫി പ്യാർ സെ ജീവൻ ബിതാത്തെ ഹൈ. ഞങ്ങളുടെ പരിവാർ കുടുംബത്തിൽ എല്ലാവരും സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. ഇസ്ലിയെ അതുകൊണ്ട് ദീദി ജീവൻ ഭർ ഹമേ പ്യാർ കരേങ്കി. അതുകൊണ്ട് ദീദി ചേച്ചി ജീവിതകാലം മുഴുവൻ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും. ഇഹ മേരാ വിശ്വാസ് ഹേ. ഇതെൻ്റെ വിശ്വാസം ആണ്. ഇതാണ് ഡയറി. കോളം വരച്ച് കൊടുക്കണം. നിങ്ങളുടെ വേഗത്തിന് വേണ്ടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ താഴെ പോയിൻ്റായിട്ടും എഴുതിയിട്ടുണ്ട്. നോക്കിയേ, പോയിൻ്റ് ഒന്ന് വായിക്കാം. ആജ് മേരാ മൻ സംഘർഷ സേ ഭര. ഇന്നെൻ്റെ മനസ്സ് സംഘർഷം കൊണ്ട് നിറഞ്ഞു. ദീദിക്ക് ഷാദിക്ക് ലിയെ തയ്യാറിയാൻ ചൽ രഹി ഹേ. ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടി ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സഫി കാം ടീക്ക് തരക സേ ചലത്തെ. എല്ലാ ജോലികളും ശരിയായ രീതിയിൽ നടന്നു. ദീദിക്ക് ലിയെ പിതാജി അപ്പനി കേത്ത് ബേച്ചത്തെ ഹായും. ചേച്ചിക്ക് വേണ്ടി അച്ഛൻ അദ്ദേഹത്തിൻ്റെ വയല് വിറ്റഴിച്ചു. ഹമാരാ കേത്ത് ദുസ്രം കി ജാതി ഹേ. ഞങ്ങളുടെ വയൽ മറ്റൊരാളുടേത് ആയി മാറി. ദീദി പരിവാർ ബിച്ചുട്ട് കർ ജാതി ഹേ. ചേച്ചി പരിവാർ കുടുംബം ബിച്ചുട്ന വിട്ടുപോകുന്നു. ഖേത്ത് കി രജിസ്ട്രിക്ക് പഹലെ പിതാജി ഖേത്ത് മേ ഗേ. ഖേത്തിൻ്റെ വയലിൻ്റെ രജിസ്ട്രേഷന് മുമ്പ് തന്നെ അച്ഛൻ വയലിലേക്ക് പോയി. ദീദി ജീവൻ ഭർ ഹമേ പ്യാർ കരേങ്കി. ചേച്ചി ജീവിതകാലം മുഴുവൻ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ആ എളുപ്പത്തിന് വേണ്ടി തന്നപ്പോൾ ഒരു അത് പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഡയറി വൃത്തിയായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുച്ച് ഓർ കീമത്ത് ആ സക്തി ദേ മഗർ മസ്ബൂരി കാ ഫായദ സഫി ഉഡാത്തെ ഹേ. ഇസ് കഥൻ മേ ക്യാ താത്പര്യ ഹേ. സൈഡ് ക്വസ്റ്റ്യൻ 3 എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. അതിലൊരെണ്ണം തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് കാണും. അതായത് കുച്ച് ഓർ കീമത്ത് മച്ച വില, കുറച്ചുകൂടി വില കിട്ടുമായിരുന്നു. മഗർ എന്നാൽ മസ്ബൂരി കാ ഫായദ വിവശത. മസ്ബൂരി എന്ന് വെച്ചാൽ വിവശത. അതിൻ്റെ ഫായദ പ്രയോജനം. അതായത് വിവശത എല്ലാവരും മുതലെടുക്കുകയും ചെയ്തു.
ഇസ് കഥന്മേ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. ലേഖകി ദീദിക്ക് ഷാദിക്ക് തയ്യാറിയാം ചൽ രഹി ഹേ. ലേഖകൻ്റെ ചേച്ചിയുടെ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആയിരുന്നു. ഇസ്കേ ലിയേ കുച്ച് ധൻ കി ആവശ്യകത ഹേ. ഇതിനു വേണ്ടി കുറച്ച് ധനത്തിൻ്റെ ആവശ്യകത ഉണ്ടായി. പിതാനെ അപ്പനെ ഖേത്ത് ബേച്ചന നിശ്ചയിക്കുക. അച്ഛൻ ഞങ്ങളുടെ വയൽ ബേച്ചന വിൽക്കുവാൻ നിശ്ചയിച്ചു. സെമീൻ की कीमत उन्हें 12,000 प्रति एकड़ की दर से मिले. സെമീൻ ഭൂമി കീമത്ത് വില 12,000 12,000 ഏക്കർ. അതായത് ഭൂമിക്ക് വില കിട്ടിയത് ഒരു ഏക്കറിന് 12,000 രൂപ എന്ന നിരക്കിൽ ആയിരുന്നു. കുച്ചോർ കീമത്ത് ആസക്തി ദി. കുറച്ചുകൂടി വില കിട്ടുമായിരുന്നു. മഗർ എന്നാൽ മസ്ബൂരി കാ ഫായിദ സഫി ഉഡാത്തെ ഹേ. ഞങ്ങളുടെ ആ മസ്ബൂരി വിവശത എല്ലാവരും മുതലെടുക്കുകയും ചെയ്തു. വിവാഹ के लिए उनकी पैसे की रास्ता സരൂരത്തെ ഖരീദാർ ജാൻതാ ഹേ. വിവാഹത്തിന് വേണ്ടി പൈസയുടെ ആവശ്യകത ഉണ്ട് എന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വിവശത അവർ മുതലെടുക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ നല്ലതാണ് ചോദിക്കാൻ കേട്ടോ. അടുത്ത നോക്കിയേ. രജിസ്ട്രിക്ക് പഹലെ പിതാജിക്കോ ഖേത്ത് ദേഖ്നെ കി ഇച്ഛാ ഹുയി. രജിസ്ട്രേഷന് മുൻപ് തന്നെ പിതാജിക്ക് വയൽ കാണണം എന്ന ഇച്ഛ ആഗ്രഹം ഉണ്ടായി. ക്യോം എന്തുകൊണ്ട്? ആൻസർ നോക്കിയേ. സഫി ലോകോങ്കോ അപ്പനി സെമീൻ ജാൻ സേ പ്യാരി ഹേ ജാൻ ജീവൻ. എല്ലാ ആൾക്കാർക്കും എല്ലാ ജനങ്ങൾക്കും അവരുടെ സെമീൻ ഭൂമി ജീവനെപ്പോലെ സ്നേഹിക്കുന്നു. അതായത് എല്ലാ ആൾക്കാരും അവരവരുടെ ഭൂമി അവരുടെ ജീവനെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യും. അവരെ ബേച്ചന പീഡ ദേനെ വാലി ബാത്ത് ഹേ. അത് ബേച്ചന വിൽക്കുക എന്നത് പീഡ പ്രയാസം നൽകുന്ന ബാത്ത് കാര്യം തന്നെ ആണ്. ലേക്കിൻ ലാച്ചാർ ഹോക്കറെ അപ്പനി സെമീൻ ബേച്ചതി ഹേ. എങ്കിലും അവർക്ക് ഭൂമി വിൽക്കേണ്ടതായി വരുന്നു. യഹാൻ ലേഖകി ദീദിക്ക് ഷാദിക്ക് ലിയെ ഉൻകെ സെമീൻ ബേച്ചനെ കാ നിശ്ചയ കിയ. ഇവിടെ ലേഖകൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടി അവരുടെ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചു. രജിസ്ട്രി കെ പഹലെ അഗേരി ബാർ പേ അപ്പനെ സെമീൻ ദേഖനെ കെ ലിയെ ഗേ. രജിസ്ട്രേഷന് മുൻപ് തന്നെ അഗേരി ബാർ അവസാന പ്രാവശ്യം അദ്ദേഹം, അതായത് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഭൂമി കാണാൻ വേണ്ടി പോയി. ക്യോം കെ എന്തുകൊണ്ടെന്നാൽ ഉസെ സെമീൻ സെ ഉൻകാ ഗഹ്റ സംബന്ധിത. ആ ഭൂമിയുമായിട്ട് അദ്ദേഹത്തിന് ആഴമേറിയ ബന്ധം ഉണ്ടായിരുന്നു. അത്രയും എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ നോക്കിയേ. ലേഖകോ അപ്പനി സെമീൻ ഏക്ക് സ്ലേറ്റ് കാ നാം ലിഖ്താ ഹേ യാ ഫൂൽ. ലേഖകന് അദ്ദേഹത്തിൻ്റെ ഭൂമി ഒരു സ്ലേറ്റിൻ്റെ പേര് പോലെ തോന്നി, അല്ലെങ്കിൽ ഫൂൽ എന്ന് വെച്ചാൽ പൂവ് പോലെ. ക്യോം എന്തുകൊണ്ട്? ഒരു സ്ലേറ്റായിട്ടോ പൂവായിട്ടോ തോന്നാനുള്ള കാരണം എന്തെന്നാണ് ചോദ്യം. ആൻസർ നോക്കിയേ. हमें विरासत के रूप में मिली ज़मीन में ही खेलते कूदते आगे बढ़ते हैं. ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഭൂമിയിൽ ഞങ്ങൾ കേൾന കളിക്കുകയും ഓടുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സെമീൻ കോ നഷ്ട ഹോനെ ദേഖ്താ ഹേ. ആ ഭൂമിയാണ് നഷ്ടമാകുന്നത് കാണേണ്ടി വരിക. ഉസ്സേ ഹമാര ആത്മസംബന്ധ ബെഡ്താ ഹേ. അതുമായിട്ട് ഞങ്ങൾക്ക് ആത്മബന്ധം കൂടുതലായിരുന്നു. യഹാൻ ലേഖക് കോഫി അപ്പനി സെമീൻ ബഹത്ത് പ്യാരി ദേ. ഇവിടെ ലേഖകനും അദ്ദേഹത്തിൻ്റെ ഭൂമി വളരെയധികം സ്നേഹനിധി തന്നെ ആയിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് ബിഖ്നെ വാലെ കേത്തിക്ക് മിട്ടി ഉനെ ചൂക്കർ. ചൂന തൊടുക, മിട്ടി മണ്ണ്, ബിഖ്ന വിൽക്കുക. ഇനി നോക്കിയാൽ അതുകൊണ്ട് വിൽക്കാൻ പോകുന്ന ആ വയലിൻ്റെ ആ വയലിലെ മിട്ടിയിലേക്ക്, ആ മണ്ണിലേക്ക് അദ്ദേഹവും ചൂന തൊട്ടു. അദ്ദേഹത്തിനപ്പോൾ തോന്നുന്നതാണ് വഹ സെമീൻ ബച്ചപ്പൻ കി കവിത ലിഖി സ്ലേറ്റ് കന്ന. ആ ഭൂമി കുട്ടിക്കാലത്തെ സ്ലേറ്റിൽ എഴുതിയ ഒരു കവിത പോലെ ആണ് എന്നും, അല്ലെങ്കിൽ ആർ ഖേത്ത് അല്ലെന്നൊക്കെ രക്തവർണ്ണ കെ ഫൂൽ ജൈസി ലഗി ഹേ. രക്തത്തിൻ്റെ നിറമുള്ള പൂ പോലെയാണെന്നും അദ്ദേഹത്തിന് തോന്നി. കുട്ടിക്കാലത്തെ സ്ലേറ്റിൽ എഴുതിയ ഒരു കവിതയായിട്ടും പിന്നെന്താ രക്ത നിറമുള്ള ഒരു പൂ പോലെയായിട്ടാണ് അദ്ദേഹത്തിന് ആ ഭൂമി തോന്നുകയും ചെയ്തത്. ഇത്രയും പഠിക്കുക. ബാക്കി കോൺവെർസേഷനും ലെറ്റർ റൈറ്റിങ്ങും നമുക്ക് അടുത്ത ക്ലാസ്സിൽ തരാം. ഇത് നല്ലതുപോലെ വായിച്ച് പഠിച്ച് വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം മറ്റു കുഞ്ഞുങ്ങളിലേക്കൊക്കെ. നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി.